ഹലോ, ഞാൻ നിങ്ങളുടെ അയനാമു. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. ഇന്നത്തെ വീണ്ടും ഒരു കഥയായിട്ട് ഞാൻ വന്നേക്കുക. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് അങ്ങ് പോയാലോ. കരിമ്പനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന പാലക്കാടൻ ഗ്രാമം. ആ ഗ്രാമത്തിലെ ഒരു പ്രധാന തറവാടാണ് ഞങ്ങളുടേത്. കൂട്ടുകുടുംബമായിരുന്നു. കാലത്ത് 8 കെട്ടായിരുന്നു പണ്ട്. പിന്നീട് അത് പൊളിച്ച് 4 കെട്ടാക്കി. അച്ഛനും അമ്മയും ചേച്ചി അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. അവർ കോയമ്പത്തൂരിലാണ്. അച്ഛൻ തറവാട് വക കമ്പനിയുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നു. ചേച്ചി അവിടെ MCക്ക് പഠിക്കുന്നു. മുത്തശ്ശിയുടെ അടുത്താണ് ഞാൻ വളർന്നത്. 2 വർഷം മുമ്പ് അവരും മരിച്ചുപോയി. ഇപ്പോൾ ഇവിടെ ചെറിയച്ഛനും ഭാര്യ സ്മിത മേമയാണ് ഉള്ളത്. അവർ അടുത്തൊരു സ്കൂളിൽ +1 സയൻസ് ടീച്ചറാണ്. അപ്പോൾ എൻ്റെ ജീവിതം അങ്ങനെ പോന്നു. എൻ്റെ പഠനകാര്യങ്ങൾ അവർ ശ്രദ്ധിക്കുന്നതിനാൽ വലിയ സന്തോഷം എനിക്ക്. പാരൻസിനൊക്കെ +2 കഴിഞ്ഞ് എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാനാണ് അച്ഛൻ്റെയും അമ്മയുടെയും ആലോചന. ഡിസംബർ മാസത്തിലെ മഞ്ഞൾ പുതച്ച് മൂടിക്കിടക്കാൻ നല്ല സുഖമാണ്. പുതപ്പിനടിയിൽ ചൂട് പകരാൻ ഒരു പെണ്ണും കൂടി ഉണ്ടെങ്കിൽ പറയും വേണ്ട. കാലിൻ്റെ ഇടയിലെ ആ പുല്ലാങ്കുഴലൊക്കെ ഒന്ന് സെറ്റായിട്ട് നിൽക്കുക. എന്നെപ്പോലെ ചെടിയുള്ളൊരു 17കാരനെ സംബന്ധിച്ച് അതൊരു പുത്തരി അല്ല. മുള്ളാൻ മൂട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഇങ്ങനെ കിടന്നാൽ ശരിയാകില്ല. എന്നിട്ട് വാഷ്റൂമിൽ കയറി കാര്യമൊക്കെ കഴിഞ്ഞ് കോണി ഇറങ്ങി താഴെ വരാന്തയിൽ വന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ടത് കുമ്പിട്ട് മുറ്റടിക്കുന്ന ജാനുവിനെയാണ്. രാവിലെ ചൂല് കണി കാണുന്നത് നന്നല്ല എന്നാണ് കാരണവന്മാർ പറയുക. അവരെന്ത് പറഞ്ഞാലും രാവിലെയുള്ള ഈ കണി ഒന്നൊന്നര കണിയാണ്. ഇന്നേ വരെ ജാനുവിൻ്റെ മുറ്റമിടി കണ്ടിട്ട് തറവാട്ടിൽ ആണായി പിറന്നവർക്ക് ഒരു ദോഷം ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഗുണം ഉണ്ടായിട്ടുണ്ട് താനും. ഒരു പ്രത്യേക താളത്തിലാണ് ജാനുവിൻ്റെ മുട്ടയടി. അതിനനുസരിച്ചിട്ട് അതിങ്ങനെ ഇപ്പുറം അപ്പുറമൊക്കെ ചാടയൊക്കെ ചെയ്യുന്ന വിധം കിടന്ന് അതൊരു ഓളമായിരുന്നു. വെളുത്ത മണ്ണിനുള്ളിൽ അതിങ്ങനെ തെറിച്ച് നിൽക്കുന്ന കാണാൻ നല്ല രസമാണ്. വയസ്സ് 50 കഴിഞ്ഞെങ്കിലും നല്ല ഒന്നാം തരം ഉരുപ്പടിയാണ്. ഞാൻ നോക്കുന്നത് കണ്ടെങ്കിലും ജാനുവിനെയാ അതൊരു ഭാവഭേദവും ഇല്ല. എങ്ങനെ ഉണ്ടാകാനാ? എനിക്ക് ഞാനും ജാനുവും തമ്മിൽ ഒന്നില്ലാണ്ടൊക്കെ രസിക്കുന്നതല്ലേ. മറ്റേത് തന്നെ കേട്ടോ. തറവാട്ടിലെ പലരും ഡ്രൈവിംഗ് പഠിച്ചത് ഈ ജാനുവിൽ നിന്നാണ്. എന്താ ജാനുവിൻ്റെ ഈ പഴയ അംബാസഡറിൽ പഠിച്ചവർക്ക് ഇപ്പോൾ മാരുതിയും സ്കോഡയും ഒന്നുമല്ല. മനസ്സിലായില്ലല്ലേ? പഴയ മനസ്സിലായി കാണും. ഇപ്പോഴത്തെ ഈ നിരന്ന പെമ്പിള്ളേരും അതുപോലെ ചുമ്മാ ആക്കം പൊള്ളയാ. കളി പഠിക്കണമെങ്കിൽ പഴയ അമ്മായിമാരിൽ നിന്ന് തന്നെ പഠിക്കണം. ഞാൻ മാത്രമല്ല, എൻ്റെ അച്ഛൻ പീതാംബരൻ നായരും അച്ഛൻ്റെ ഏട്ടൻ രാഘവൻ നായരും അടക്കം പലരും ജാനുവിൻ്റെ അംബാസഡറിൽ പണിതിട്ടുള്ളതാണ്. വർഷങ്ങളോളം പയറ്റി തെളിഞ്ഞ ശേഷം വിവാഹം കഴിച്ചത് തന്നെ. 30 വർഷത്തിലധികമായി ജാനു ഞങ്ങളുടെ തറവാട്ടിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. വലിയ കൂട്ടുകുടുംബമായിരുന്നു. ജാനുവും ശാന്തയും ദാക്ഷിണേട്ടത്തിയും അടക്കം പണിക്കാരികൾ പലരും ഉണ്ടായിരുന്നു. ഇപ്പോൾ ജാനു മാത്രമേ ഉള്ളൂ. ജാനുവിൻ്റെ മകൾ സരിത എൻ്റെ അച്ഛൻ്റെ സന്തതിയാണെന്നും അതല്ല വല്യച്ഛനാണെന്നും നാട്ടിൽ ശ്രുതിയൊക്കെ ഉണ്ട്. എന്തായാലും വ്യക്തി തറവാട്ടിൽ തന്നെയാണെന്നതിൽ യാതൊരു സംശയമില്ല. അച്ഛൻ പെങ്ങൾ ശ്രീദേവി അമ്മായിക്ക് സരിതയ്ക്കും ഒരേ ചായ. രണ്ടാളെയും കണ്ട പരസ്പരം ഇരട്ട പറ്റുന്നതാണെന്നേ പറയും. സരിത ചേച്ചിയെ കോയമ്പത്തൂരിൽ അയച്ച എൻജിനീയറിംഗ് പഠിപ്പിച്ചത്. അവിടെ തറവാട്ടിൽ 4 പേര് ചേർന്ന് നടത്തുന്ന കമ്പനിയുണ്ട്. അതിൻ്റെ കെയർ ഓഫിലാണ് അവിടെ പഠനം നടത്തിയത്. പഠനമൊക്കെ കഴിഞ്ഞ് ആര് കെട്ടിയിരിക്കുന്നത് പാലക്കാടുള്ളൊരു കച്ചവടക്കാരനാണ്. സരിത ചേച്ചി സർക്കാർ സർവീസിൽ കയറിയതോടെ അവരിങ്ങോട്ട് വരാറേയില്ല. വല്ലപ്പോഴും വന്നാൽ തന്നെ ഇവിടെ തറവാടിനോട് ചേർന്നുള്ള വീട്ടിലാണ് താമസിക്കുക. ജാനുവിന് വീടുണ്ടെങ്കിലും സരിതയ്ക്കത് സ്ഥിതി പിടിക്കില്ല. സരിത സ്വന്തം വീട് പോലെ ഈ വീട് ഉപയോഗിക്കുന്നത്. എന്ത് തന്നെയായാലും അത് കണ്ട കാരണവന്മാർ കണ്ണടയ്ക്കും. എന്തായാലും രാവിലത്തെ ജാനുവിൻ്റെ മുറ്റടി മുടക്കമില്ലാതെ കാണുന്നൊരു പ്രോഗ്രാമാണ്.
ഇന്നുണരാൻ വൈകിയത് കാരണം കൂടുതൽ കാണാൻ സാധിച്ചില്ല. പെട്ടെന്ന് തന്നെ ജാനിൻ്റെ മുറ്റടി കഴിഞ്ഞു. വീടിൻ്റെ പുറകുവശത്തെ ബാത്റൂമിൽ കയറി പ്രഭാഷകം തുടങ്ങി. ബ്രഷൊക്കെ ചെയ്ത് തിരിഞ്ഞപ്പോൾ ഉണ്ടത് സ്മിതമേമ്മയുടെ അകത്തുള്ളതൊക്കെ ആയി കിടക്കുന്നു. അതെടുത്തൊന്ന് സ്മെല്ലാക്കി. വലിയ വലിപ്പമൊന്നുമില്ല, ഒരു 34 ഉള്ളൂ. ഞാൻ താഴത്തേതൊന്ന് ഇതാക്കി. അവിടുത്തേൻ്റെയൊക്കെ ഒരു നനവുള്ളൊരു മത്ത് പിടിപ്പിക്കുന്ന മണം. പുല്ലാങ്കുഴൽ ഊതിപ്പാടാൻ തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ, മനസ്സിലായി കാണൂല്ലേ. ഞാൻ അതൊക്കെ ഇന്നെടുത്ത് എൻ്റെ ഇതിങ്ങനെ സ്വയമായിട്ട് കയ്യിലാക്കി നന്നായിട്ടൊന്ന് ഇതാക്കിട്ടോ. വെളുത്ത് ചുന്ദരിയായ ആ സ്മിതമേമയെ കണ്ട നടി ജ്യോതിർമയെ പോലെ ഇരിക്കും. സുന്ദരമായ പുഞ്ചിരി വൈശ്യമായി നടത്തും. നല്ല മനോഹര കാണാൻ. സ്മിതമേമ രാവിലെ 8 മണിക്ക് സ്കൂളിൽ പോകും. തേച്ച് മിനുക്കി നിവർത്തിയ നല്ല കോട്ടൺ സാരിക്കുള്ളിൽ അതൊക്കെ ഉണ്ടാവും. അതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ് ആ പോക്ക്. അതെല്ലാം ഓർത്തപ്പോൾ അവൻ വീണ്ടും ഒന്ന് സെറ്റായി. സ്മിതമേമയെ മനസ്സിൽ ധ്യാനിച്ച് ഞാനതൊന്ന് സെറ്റാക്കി. അപ്പോഴാ പെട്ടെന്ന് വാതിൽ മുട്ടി കേട്ടത്. മോനെ, വാതിലൊന്ന് തുറക്ക്, ജാനുവാ. എൻ്റെ കാര്യം? സ്മിത ടീച്ചറുടെ മോതിരം ഇവിടെ വെച്ച് മറന്നു. 1 മിനിറ്റ്, ഇപ്പം തുറക്കാം. മോൻ അവിടെ ഉണ്ടെങ്കിൽ അതെടുത്ത് തന്നാൽ മതി. ഞാൻ നോക്കിയിട്ട് കാണാനില്ല. ജാനു തന്നെ നോക്കിയെടുത്തോ. അതെൻ്റെ ഒരു ഐഡിയ ആയിരുന്നു. ഞാൻ വാതിൽ തുറന്ന് ജാനുവിനെ അകത്തേക്ക് കയറ്റി. എൻ്റെ സെറ്റായിട്ട് നിൽക്കുന്ന കാര്യം കണ്ടപ്പോൾ അവൾക്ക് കാര്യം പിടികിട്ടി. എങ്ങനെ കാണാനാ, സ്മിത ടീച്ചറുടെ അതിനകത്ത് നോക്കി കിട്ടില്ലല്ലോ മോനെ. ഇവിടെ സോപ്പ് പെട്ടിക്കകത്ത് വെച്ചിരിക്കുന്നത്. അതും പറഞ്ഞ് അവരൊരുമാതിരി ഒരു ചിരിച്ചു. കുളിക്കുമ്പോൾ ആരെങ്കിലും മോതിരം ഊരി വെക്കോ ജാനുവേ? ചിലപ്പോൾ ഊരി വെക്കേണ്ടി വരും. ഒരർത്ഥഗർഭമായി അവർ പുഞ്ചിരിച്ചു. മനസ്സിലായില്ല? ഇത്രയും വളർന്നിട്ടും ഇതൊന്നും മനസ്സിലായില്ലേ? ഇത് വളർന്ന ബുദ്ധി വളരുമോ? അതും പറഞ്ഞ് ഞാൻ എൻ്റേത് അവരുടെ കയ്യിലങ്ങ് വെച്ചു കൊടുത്തു. അവരതങ്ങനെ പതുക്കെ ഇതാക്കി കണ്ടു പറഞ്ഞു, ഇത് വളരുന്നതിനൊപ്പം ബുദ്ധിയും വളരണം, എങ്കിലേ കാര്യമുള്ളൂ. പാറ ജാനുവമ്മ, എന്താ കാര്യം? ഞാൻ അവളുടെ ഇതായിട്ടിങ്ങനെ അടുത്ത് നിന്നിട്ട് ചോദിച്ചു. ഞാനതൊക്കെ അതായത് അവരുടെ ഓരോന്നായിട്ട് ഇതാക്കി തുടങ്ങി. സ്വന്തമായിട്ടൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ മോതിരം പറഞ്ഞ് പെട്ടാതിരിക്കാൻ. മനസ്സിലായോ? അപ്പോൾ സ്മിതമേമ്മ എന്തിനാ മോനെന്തിനാ സ്വന്തമായിട്ടാക്കണേ? അതുപോലെ തന്നെ അതിന് ഇളയച്ചനുള്ളപ്പോൾ എന്തിനാ സ്വയമായിട്ടാക്കണേ? അതൊക്കെ പിന്നെ പറയാം. തൽക്കാലം ഇത് കൊണ്ട് കൊടുക്കട്ടെ. ഇതൊന്ന് തീർത്തിട്ട് പോ ജാനുവമ്മേ. മോൻ തനിച്ചങ്ങോട്ട് ചെയ്. ഞാനിപ്പോൾ നല്ല തിരക്കില്ല അല്ലേ. അല്ലെങ്കിലേ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് നമുക്കൊന്ന് ഇതാക്കാം. ചെറിയച്ഛനും സ്മിത ടീച്ചറും പോയതിന് ശേഷം. അത് പോരായോ? അയ്യോ, ഇതിപ്പോൾ ഒന്നും പറയണ്ട, ഞാൻ പോണു. അതും പറഞ്ഞ് അവർ പുറത്തേക്ക് ഇറങ്ങി. സ്മിതമേമ്മയുടെ ഓരോന്നിതാക്കി ഞാൻ സ്വന്തമായിട്ട് ഇതാക്കി. പെട്ടെന്ന് തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് പുറത്തു ഇറങ്ങി. നിതിനെ ഇങ്ങ് വന്നേ. എന്താ മേമേ? ഞാൻ അവരുടെ റൂമിലേക്ക് കയറി ചെന്നു. സ്മിതമേമ്മ സ്കൂളിലേക്ക് പോകാനുള്ള ഒരുക്കത്തില്ല. സാരിയുടെ ഞൊറി കുത്തുക. അവരുടെ ഓരോന്നും ഞാനിങ്ങനെ നോക്കി നിന്നു. ഇതൊന്ന് പിടിച്ച് നേരെയാക്കിത്താ. ശരി മേമേ. ഞാൻ മേമയുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. എന്നിട്ട് അവരുടെ സാരിയുടെ ഞൊറിവൊക്കെ നേരെയാക്കി പിടിച്ച് അന്ന് സെറ്റാക്കി കൊടുത്തു. ഇതിങ്ങനെ ഇടയ്ക്കിടെ ചെയ്തു തരുന്നതിന് എനിക്കെന്താ മെച്ചം? നിനക്ക് നല്ല തല്ലിൻ്റെ കുറവുണ്ട്, വായിക്കാറ് ഞാൻ തരാട്ടാ. വിളച്ചിൽ ഞാൻ അറിയുന്നുണ്ട്. എന്ത് വിളച്ചിൽ? വിളച്ചിൽ എന്താണെന്ന് നിൻ്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. രാവിലെ വിളച്ചിൽ കഴിഞ്ഞതല്ലേ ഉള്ളൂ. ഈ മേമ എന്ന് പറയുന്നത് ഈ ജാനുവമ്മ മേമയുടെ അടുക്ക് പറഞ്ഞ് കാണുമോ? എന്നെക്കൊണ്ട് പറയിക്കണ്ട. നീ ആ കത്ത് ആ കേശവൻ നാരുടെ വീട്ടിൽ കൊടുക്ക്. ചെറിയച്ഛൻ തന്നതാന്ന് പറഞ്ഞാൽ മതി. അവളുടെ മരുമകൻ കൊച്ചിയിൽ പോകുമ്പോൾ കൊണ്ടുപോകേണ്ടതാ. ജാനുവമ്മേ, എൻ്റെ ഇത് നനച്ചിട്ടാണോ? ഇല്ലെങ്കിൽ അതിൽ ഇതായിരിക്കും കേട്ടോ. ശരി ടീച്ചറെ, അപ്പോൾ
ഈ ജാനുമ്മ മേമയുടെ അടുക്ക പറഞ്ഞു. ഞാൻ ആകെ ചമ്മിപ്പോയി. ഒന്നും മിണ്ടാതെ വേഗം ഡൈനിങ് ടേബിളിൽ ചെന്നിരുന്ന് ഇഡലി തിന്നാൻ തുടങ്ങി. ചമ്മിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ മുഖത്ത് നോക്കാമല്ലേ? ഇഡലിയോട് വലിയ കൊതിയാണെന്ന് തോന്നുന്നു. മേമ അർത്ഥഗർഭമായി പറഞ്ഞു. പ്രായം അതല്ല ടീച്ചറെ, ഈ പ്രായത്തിൽ എന്തോരം ഇഡലി തിന്നാലും മതിയാകില്ല. ജാനുമ്മയും കൂടെ കൂടി. നേരെ നല്ല തടിച്ചെന്തിയെ മൃദുലമായ ഇഡലിയൊക്കെ എനിക്ക് വല്ലാണ്ട് ഇഷ്ടം. ആര് തന്നാലും ഞാൻ തിന്നും. അതെ, നിനക്ക് തിന്നാനുള്ളത് സമയമാകുമ്പോൾ കിട്ടും. പുറത്തുനിന്നും പോയി ഇഡലി തിന്നാൻ നിൽക്കണ്ട. വീട്ടിലുള്ളവർ ഇഡലി തിന്നാൻ തരാഞ്ഞാൽ പുറത്തു നിന്നും തിന്നേണ്ടി വരും. ഡാഡാ, മേമൻ്റെ പുറകിൽ വന്ന് ചെവിന്നുള്ളി. മേമയും ഞാനിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. എന്നിട്ട് ഒപ്പം ഇറങ്ങി. മേമയുടെ ഒപ്പം സൈക്കിൾ ചവിട്ടി അല്പദൂരം നീങ്ങി. മേമ ബസ് സ്റ്റോപ്പിലേക്കുള്ള ഇടവഴിയിലൂടെ ഇറങ്ങിയപ്പോൾ ഞാൻ പായും പറഞ്ഞ് വേഗം ചവിട്ടി. ഞങ്ങളുടെ വിശാലമായ തൊടിയോട് ചേർന്നുള്ള ഇടവഴി വഴി സൈക്കിൾ കുതിച്ചു. 2 പറമ്പ് കഴിഞ്ഞപ്പോൾ ഗിരിജ ചേച്ചിയുടെ വീടിന് മുന്നിലെത്തി. ഡാ നിതിനെ, നീനെങ്ങോട്ടാ? വാണം വിട്ട പോലെ പോകുന്നേ. വടക്ക് വശത്തെ ഇറത്തു നിന്ന് മുളക്കരക്കുകയായിരുന്ന ഗിരിജ ചേച്ചി ചോദിച്ചു. ഞാൻ സഡൻ ബ്രേക്ക് ഇട്ട് സൈക്കിൾ നിർത്തി. എന്താ ഗിരിജ എടുത്തി കാര്യം? നീതെങ്ങോട്ടാ? ഒന്നിങ്ങ് വന്നേടാ, ഒരു കാര്യം പറയാനാ. ഞാൻ സൈക്കിൾ അവരുടെ വേലിക്കരികിൽ വെച്ചു. എന്നിട്ട് കടമ്പായി, അതായത് പശു മറ്റും കിടക്കാതിരിക്കാൻ ഗേറ്റില്ലാത്ത വീടുകളുടെ പടിക്കൽ മുള കൊണ്ടിങ്ങനെ വെക്കാറുണ്ട്. അതാട്ടോ, അതൊക്കെ കവച്ച് കിടന്നു. അവർ മുള കരയ്ക്കുമ്പോൾ അതൊക്കെ ഇങ്ങനെ തുളുമ്പുന്നത് കാണാൻ നല്ല രസമായിരുന്നു. ആ മുള കരയ്ക്കുന്ന സീനെന്ന് ആലോചിച്ചേ. പണ്ടത്തെ ആ സീനൊക്കെ ഒരു ഒന്നൊന്നര സീനായിരിക്കും അല്ലേ? എന്താ ചേച്ചി വിളിച്ചേ? ഞാൻ അവരുടെ വീടിൻ്റെ മുറ്റത്തേക്ക് ചെന്നു. എടാ, നീ ആളങ്ങ് വലിയ ആണായല്ലോ. നിന്നെ ഇപ്പോൾ കാണാൻ പോലും കിട്ടണില്ല. തിരക്കാ ചേച്ചി, പഠിക്കാനൊക്കെ ഉണ്ട് കുറേ. നല്ല പഠിപ്പാ. എന്നിട്ട് പഠിപ്പാന്ന് എനിക്കറിയാം. നിനക്ക് ഇരിക്കാൻ നേരം കാണില്ല അല്ലേ? അതിനെങ്ങനെ ഈ പ്രദേശത്തെ പെണ്ണുങ്ങൾ മുഴുവൻ നിന്നെ പങ്കിട്ടെടുത്തിരിക്കുകയല്ലേ? അതെന്താ ചേച്ചി? ചേച്ചി അങ്ങനെ പറഞ്ഞേ? ഒന്നും അറിയണില്ല എന്ന് കരുതണ്ട. നീ ആ ഉഷമേനോനെ സ്ഥിരമായിട്ട് കളിക്കുന്ന കാര്യം എനിക്കറിയാം. തറവാട്ടിൽ നടക്കുന്നതൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ഒരു കാര്യം നീ മറക്കണ്ട, വേറെ ആരായിട്ടിതായാലും നിൻ്റെ ഇത് ആദ്യമായിട്ട് സെറ്റാക്കിയത് ഞാനാ. അതിന് നന്ദി വേണം മോനെ. അത് പിന്നെ എനിക്ക് ഉണ്ടാകില്ല എൻ്റെ ഗിരിജേട്ടത്തി. എന്നിട്ടാണോ നീ ഇപ്പോൾ ഇതുവഴി പോകുമ്പോൾ എന്നെ തീരെ ഗവനിക്കാത്തത്? അതിപ്പോൾ ആൾക്കാർ അതും ഇതും പറയുന്നത് പേടിച്ചിട്ടാ. ഏത് ആൾക്കാർ? പോവാൻ പറവന്മാരോട്. എൻ്റേത് ഒരൊറ്റ ഒരുത്തനും കാലെടുത്ത് കത്തില്ല. നീ പാകൂട്ടാ. നിന്നെ കാണാനും കുറച്ച് വർത്താനം പറയാനോടാ. അയ്യോ, ഇപ്പം തിരക്കുണ്ട്. ചെറിയച്ഛൻ പറഞ്ഞിട്ട് അത്യാവശ്യം വരെ ഒരിടം വരെ പോവുക. എന്തത്യാവശ്യം? നിന്നെ ചെറിയച്ഛനെ ജാനുവിനെ ഇതാക്കാൻ, നിന്നെ വീട്ടിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ആട്ടവാട ചെറുക്കുക. നീ ബാ, നമുക്കൊന്ന് കൂട്ടിയിട്ട് പോവാം. അയ്യോ, ഇപ്പം പറ്റില്ല. ഇതാ കേശവൻ നായരുടെ വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് വരാം. കമ്പനിയുടെ ഒരു കടലാസാണ്. അത് അത്യാവശ്യമായിട്ട് കൊച്ചിയുടെ എത്തിക്കുകയും വേണം. കേശവൻ നായരുടെ മരുമകൻ ഇന്ന് കൊച്ചിക്ക് പോകുന്നുണ്ടേ. അപ്പോൾ എത്തിച്ചേ പറ്റൂ. കൊച്ചിക്കോ കൊയിലാണ്ടിക്കോ എവിടെ അയച്ചപ്പോക്കോട്ടെ, നീ വന്നേ. ചേച്ചി, ഈ മുള കരച്ച് തീർക്ക്, അപ്പോഴേക്കും ഞാൻ വരാം. അല്ലെങ്കിൽ അതും ഇതുമൊക്കെ നീറും. ചെക്കൻ്റെ ബുദ്ധി കൊള്ളാം. എന്നാ വേഗം വാ, അപ്പോഴേക്കും ഞാൻ കുളിച്ച് റെഡിയായിട്ട് നിൽക്കാം. പറ്റിക്കരുത്. ഇല്ലെന്നേ, എനിക്കിന്ന് പുലർച്ചെ മുതലേ നല്ലതായിട്ട് നിൽക്കുക. എങ്കിൽ വേഗം വാ, മോൻ്റെ സകലത് ഞാൻ തീർത്ത് തരാം. ഓക്കേ. ഞാൻ സൈക്കിളെടുത്ത് കേശവൻ നായരുടെ വീട് ലക്ഷ്യമാക്കി പാഞ്ഞു. കേശവൻ നായരുടെ വീട്ടിൽ ചെന്നപ്പോൾ വാതിലടച്ചിട്ടിരിക്കുക. കോളിംഗ് ബെൽ അടച്ചെങ്കിലും കറണ്ട് ഇല്ലാത്തതിനാൽ അത് വർക്ക് ചെയ്യുന്നില്ല. വീട്ടുകാർ പലപ്പോഴും പുറകുവശത്തായിരിക്കാറ്. അതിനാൽ ഞാൻ പുറകുവശത്തേക്ക് നടന്നു. ഒരു ബെഡ്റൂമിൻ്റെ ജനൽക്കലെത്തിയപ്പോൾ അകത്തുനിന്ന് ചിരിയ ശബ്ദവും. ഞാൻ മെല്ലെ നിന്നു. എന്നിട്ട് അല്പം തുറന്നു കിടക്കുന്ന ജനൽപ്പാളിയിലൂടെ അകത്തേക്ക് നോക്കി. അകത്ത് ഞാൻ കണ്ട കാഴ്ച എന്നെ ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞു. അകത്ത് കേശവൻ നായരുടെ മരുമകൻ ഷിബുവും നായരുടെ ഭാര്യ സാവിത്രിയ. ഇന്ന് ചേച്ചിയുടെയും ഇയാളുടെയും കല്യാണം അടുത്തിടെയാണ് കഴിഞ്ഞ്. ഇത് പെട്ടെന്ന് ഇവൻ അമ്മായിയമ്മയെ വളച്ചോ? ആളിക്കില്ലാടി തന്നെ.
ആളിൻ്റെ സുമുഖൻ മാത്രമല്ല കളിയിലും മിടുക്കനാണെന്ന് അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. മരുമകൻ നിൽക്കുകയും നിന്നിട്ട് കുത്തിയിരുന്ന് അവൻ്റെ ഇതാക്കുന്ന അമ്മയും അതൊരു ഒന്നൊന്നര കാഴ്ചയായിരിക്കുമല്ലോ. നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും അതറിയാതിരിക്കാൻ വഴിയില്ല. വേഗമേ നല്ലിതുണ്ട്. മരുമകൻ ശിവുവിൻ്റെ പ്രോത്സാഹന വാചകങ്ങൾ കേൾക്കുന്നുണ്ട്. നല്ല തന്മയത്തോടെയാ സാവിത്രി ചേച്ചി ചെയ്തു കൊടുക്കുന്നത്. അവൻ അങ്ങറ്റം സ്വർഗം കണ്ട് നിൽക്കുകയാണെന്ന് അവൻ്റെ മുഖം കണ്ടേ അറിയാം. ഇത് തന്നെ അവസരം. ഞാൻ ഈ പോക്കറ്റിൽ നിന്ന് മൊബൈൽ ഫോൺ പുറത്തെടുത്ത് എന്നിട്ടത് സൈലൻ്റാക്കി. തുടർന്ന് അതൊക്കെ ഞാനൊന്ന് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. നാളെ ഉപകാരപ്പെട്ടാലോ. പുറത്തുനിന്ന് ഞാൻ നോക്കുന്നതോ റെക്കോർഡ് ചെയ്യുന്നതോ ഒന്നും അവരറിഞ്ഞില്ല. ഇരുവരും നല്ല രീതിക്ക് തന്നെ. അപ്പോൾ പിന്നെ സൈഡിൽ കൂടെയൊക്കെ എന്ത് നടക്കുന്നെന്ന് ആരും ശ്രദ്ധിക്കാനാ. ഇനി മതി, ഇനി അമ്മ ഇതാക്കിക്കേ. ഞാൻ പറഞ്ഞു മുഖത്തൊക്കെ ഒന്ന് മാറ്റി. അമ്മയ്ക്ക് മാറ്റിയാലെന്താ, ആവശ്യക്കാർ തന്നെ മാറ്റണം, മനസ്സിലായോ? അങ്ങനെ രണ്ടെണ്ണത്തിൻ്റെ ഇത് വൃത്തിക്ക് ഞാൻ കണ്ടു. സാവിത്രിയമ്മ നാട്ടുകാരുടെ മുമ്പിൽ അടക്കൊതുക്കളൊരു വീട്ടമ്മയാണ്. വയസ്സ് 45 കഴിഞ്ഞെങ്കിലും ഒരു സുന്ദരിയായ നായസ്ത്രീയുടെ എല്ലാ ഐശ്വര്യം അവരുടെ ഇതിലുണ്ട്. ഇത്രയ്ക്കും ഉള്ള പെണ്ണാണെന്ന് ആർക്കും അറിയില്ല. മനസ്സിലായില്ലേ? അതന്നെ മരുമകൻ സാവിത്രി അമ്മയുടേത് ഓരോന്ന് കാട്ടുന്നത് ഞാനിങ്ങനെ നോക്കി നിൽക്കാനല്ലേ ഇപ്പം പറ്റുള്ളൂ. അങ്ങനെ ശബ്ദങ്ങളും അപശബ്ദങ്ങളും ശീൽക്കാരങ്ങളും ഒക്കെ എനിക്ക് കേൾക്കാം. കേൾക്കുന്നത് മാത്രമല്ല കാണുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ മുകളിലത്തെ പരിപാടി കഴിഞ്ഞ് ഇടയ്ക്കത്തെ പരിപാടി കഴിഞ്ഞ് താഴത്തെ പരിപാടിയും കഴിഞ്ഞ് ലാസ്റ്റ് അങ്ങ് അറ്റാകുമ്പോൾ എന്തെങ്കിലും നമ്മൾ എന്നിട്ട് ചെയ്യുക അതന്നെ. ആ പരിപാടിയിലോട്ട് കടക്കുന്നതോടു കൂടി ഞാനിങ്ങനെ കാണുന്നതോടും കൂടി നമ്മുടെ കഥ ഇവിടെ തീരുകയാണ്. അപ്പോൾ ഇതിനൊക്കെ ശേഷം എന്തൊക്കെ സംഭവിച്ചു, ആരോടൊക്കെ താക്കിയെന്നൊക്കെ നമുക്ക് അടുത്ത കഥയിൽ കാണാം കേട്ടോ. അതുവരെ ബൈ.